പെർഫ്യൂം നിർമ്മാണത്തെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ. നമ്മൾ ആദ്യം 1, 2 എന്ന് പാട്ടുകൾ കംപ്ലീറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പാട്ടാണ്. അപ്പോൾ ഈ 3ാമത്തെ പാട്ടിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നാച്ചുറൽ രീതിയിൽ നമുക്ക് എങ്ങനെ പെർഫ്യൂം നിർമ്മിക്കാം എന്നതാണ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ് ഈ 2 പാട്ടിലും കാര്യമായിട്ട് കെമിക്കൽസ് ഉപയോഗിച്ച് പെർഫ്യൂമിൻ്റെ ഒരു മാനുഫാക്ചറിങ്, അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് അല്ല, അത് പ്രൊഫഷണൽ രീതിയല്ല. എന്നാൽ ഈ 3ാം പാട്ടിൽ കാണിക്കുന്ന രീതി തികച്ചും പ്രൊഫഷണൽ രീതിയാണ്. എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പെർഫ്യൂം നിർമ്മിക്കാം എന്നത് വിശദമായിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പലതരത്തിലുള്ള എസെൻഷ്യൽ ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ എസെൻഷ്യൽ ഓയിലിൻ്റെ പേരും ഞാൻ വെളിപ്പെടുത്തുന്നതാണ്. അപ്പം ഇത്തരം എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂംസ് നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്നത് വിശദമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും കണ്ട ഒരു രീതിയല്ല ഈ ഒരു രീതി. എന്തെന്ന് വെച്ചാൽ ഫസ്റ്റിൽ സെക്കൻഡിൽ നമ്മൾ മറ്റുള്ള ആളുകൾ നിർമ്മിച്ചെടുത്ത പെർഫ്യൂം ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിച്ച് നമ്മൾ പെർഫ്യൂം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ കോപ്പി ഫ്രാഗ്രൻസ് ഓയിൽ ലോക്കൽ കമ്പനികൾ നിർമ്മിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അത്തരം പെർഫ്യൂം ഓയിൽ ഉപയോഗിച്ച് നമുക്ക് പെർഫ്യൂം നിർമ്മിക്കാം. അത്തരത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് മുമ്പുള്ള പാട്ടുകൾ പരിചയപ്പെടുത്തിയത്. എന്നാൽ ഈ 3ാം പാട്ടിൽ തികച്ചും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് നാച്ചുറൽ രീതിയിൽ നമ്മുടെ സ്വന്തം പെർഫ്യൂം നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്നുള്ളത് വിശദമായിട്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ്. ഈ രീതിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സ്മെല്ലുകൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാവുന്നതാണ്. അപ്പം ഇവിടെ വെച്ചിരിക്കുന്ന എസെൻഷ്യൽ ഓയിൽ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഈ ഇടത്തെ സൈഡിൽ കാണിക്കുന്ന ബ്രൗൺ കളറിൽ കാണുന്ന ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഊത് ഓയിൽ, അതായത് അഗർവുഡ് ഓയിൽ. നമ്മൾ ഡിസ്റ്റിൽ ചെയ്തെടുത്ത അഗർവുഡ് ഓയിൽ ഡൈല്യൂട്ട് ചെയ്ത് ഗ്ലാസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ കളറിൽ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പം ഒന്ന്, ഇത് എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് പെർഫ്യൂം നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇടതുഭാഗത്ത് ചെറിയ ഗ്ലാസ് ക്യൂബിൽ കാണുന്നത് സാൻഡൽവുഡ് ഓയിലാണ്. അപ്പോൾ സാൻഡൽവുഡ് ഓയിൽ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സാൻഡൽവുഡ് എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലും ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. അഗർവുഡ് ഓയിൽ വളരെ എക്സ്പെൻസീവാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ സാൻഡൽവുഡ് ഓയിലും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ്. അപ്പം ഇത് രണ്ടും എസെൻഷ്യൽ ഓയിലുകളാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്യുവറായിട്ടുള്ള സുഗന്ധ ലേപന വസ്തുക്കളാണ് ഇവ രണ്ടും. അപ്പം ഇവയെ നമുക്ക് എസെൻഷ്യൽ ഓയിലുകളെന്ന് വിളിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ബോട്ടിൽ കാണിക്കുന്ന, തൊട്ടടുത്തുള്ള ബോട്ടിൽ കാണുന്നത് പാച്ചോളി എസെൻഷ്യൽ ഓയിലാണ്. പാച്ചോളി എസെൻഷ്യൽ ഓയിൽ പെർഫ്യൂം നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. നമുക്ക് വിപണിയിൽ നിന്ന് പാച്ചോളി ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. പല ക്വാളിറ്റിയിലുള്ള ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള പാച്ചോളി എസെൻഷ്യൽ ഓയിൽ കിട്ടും. അപ്പോൾ പാച്ചോളി എസെൻഷ്യൽ ഓയിൽ പല പെർഫ്യൂം നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ഒരു നോട്ടാണ്. അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാണ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് പാച്ചോളി. അപ്പോൾ പാച്ചോളി എസെൻഷ്യൽ ഓയിൽ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ മറ്റു വീഡിയോയിൽ പറയാം. ഇനി അടുത്തതായിട്ട് കാണുന്നത് ലാവൻഡറാണ്. ലാവൻഡർ എസെൻഷ്യൽ ഓയിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. തൊട്ടടുത്തുള്ളത് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലാണ്. ഈ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളെ കൊണ്ടല്ല ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ നിർമ്മിക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലിയെടുത്ത് ഉണക്കി പൊടിച്ച് ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ നിർമ്മിക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ലെമൺ എസൻഷ്യൽ ഓയിലും ഏകദേശം അതുപോലെ തന്നെയാണ്. പിന്നെ മറ്റൊരു എസൻഷ്യൽ ഓയിലാണ് പെപ്പർമിൻറ്റ് എസൻഷ്യൽ ഓയിൽ. പെപ്പർമിൻറ്റ് എസൻഷ്യൽ ഓയിലും നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് ഏത് ക്വാളിറ്റി എസൻഷ്യൽ ഓയിലാണ് കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ പർപ്പസ് എന്താണ്, ഏത് തരം പെർഫ്യൂംസ് ആണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്, ഏത് തരം പെർഫ്യൂംസ് നിർമ്മിച്ചാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സുഗന്ധത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആദ്യം ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പം അവസാനം പറഞ്ഞിരിക്കുന്നത് പെപ്പർമിൻറ്റ് എസൻഷ്യൽ ഓയിലാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബേസിൽ എസൻഷ്യൽ ഓയിലാണ്. ബേസിൽ എസൻഷ്യൽ ഓയിൽ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ബേസിൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ബേസിലിന് നമ്മൾ മലയാളത്തിൽ തുളസി എന്ന് പറയും. അപ്പോൾ ഈ തുളസി എസൻഷ്യൽ ഓയിൽ നോർത്ത് ഇന്ത്യയിലെ പല കമ്പനികളും പ്രത്യേകിച്ച് UPയിലെ ചില ഭാഗങ്ങളിൽ അവ തുളസി പ്ലാന്റ് ചെയ്ത് അതിൽ നിന്ന് എസൻഷ്യൽ ഓയിൽ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് പെർഫ്യൂം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ബെർഗാമോട്ട് എസൻഷ്യൽ ഓയിലാണ്. ബെർഗാമോട്ട് എസൻഷ്യൽ ഓയിൽ നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടും. അത് തന്നെ പല ക്വാളിറ്റിയിലും കിട്ടും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ക്വാളിറ്റി അനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ബെർഗാമോട്ട് എസൻഷ്യൽ ഓയിലാണ്. ഇനി അവസാനം പറയുന്ന എസൻഷ്യൽ ഓയിൽ, അതായത് അവസാനത്തെ ബോട്ടിൽ ഇവിടെ വെച്ചിരിക്കുന്ന എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് വെറ്റീവർ എസൻഷ്യൽ ഓയിലാണ്. വെറ്റീവർ എസൻഷ്യൽ ഓയിൽ നമുക്ക് പരിചയമുള്ള ഒരു സാധനമാണ് വെറ്റീവർ. അപ്പോൾ വെറ്റീവർ എസൻഷ്യൽ ഓയിൽ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇത്തരം എസൻഷ്യൽ ഓയിലുകളെല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് പെർഫ്യൂം നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ മുമ്പ് ഇട്ട വീഡിയോയിലൊക്കെ കെമിക്കൽസ്, അതായത് ആൽക്കഹോളും അതുപോലെ തന്നെ ഫിക്സേറ്റീവ്സും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽസും മിക്സ് ചെയ്ത് പെർഫ്യൂം നിർമ്മിക്കുന്ന ഒരു രീതി വളരെ എളുപ്പമുള്ള രീതിയാണ്. ആരൊക്കെയോ കണ്ടുപിടിച്ച കെമിക്കൽസോ ആരൊക്കെയോ തിരഞ്ഞ് മനസ്സിലാക്കി ഗവേഷണം നടത്തി ഉണ്ടാക്കിയെടുത്ത ഫ്രാഗ്രൻസ് ഓയിലും ഉപയോഗിച്ചാണ് നമ്മൾ പെർഫ്യൂം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ സ്വന്തം പെർഫ്യൂം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ ബേസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് വരും വീഡിയോകളിൽ കാണാവുന്നതാണ്. ഇത്തരം പെർഫ്യൂംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫുള്ളി നാച്ചുറലായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെമി നാച്ചുറൽ പെർഫ്യൂംസ് ആയിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ നിർമ്മാണ ഓരോ ഘട്ടങ്ങളും ഓരോ രീതികളും നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ സമയം ഇതിന് ചിലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിന് ക്ഷമ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഗവേഷണം നടത്തുന്ന രീതിയിലാണ് ഇത്തരം പെർഫ്യൂംസ് നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമയം ഉണ്ടാക്കിയെടുത്താൽ നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂംസ് നമുക്ക് വിപണിയിൽ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഉപയോഗത്തിനോ അതല്ലെങ്കിൽ മറ്റു വല്ല പർപ്പസിനോ നമുക്ക് പെർഫ്യൂംസ് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു രീതി തുടർന്ന് കേൾക്കാൻ താല്പര്യമുള്ളവർ വരും വീഡിയോകളിൽ കൂടുതലായിട്ട് ഈ പെർഫ്യൂംസ് രീതിയുടെ ഓരോരോ ഘട്ടങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അത് നിരന്തരം സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പെർഫ്യൂംസ് സുഗന്ധവസ്തു നിർമ്മാണ രീതികളൊന്നും ആരും പരിചയപ്പെടുത്തുന്നില്ല. അപ്പം ഈ ഒരു രീതി നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം പല ആളുകളും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, തിരഞ്ഞു വരാറുണ്ട്. പെർഫ്യൂം നിർമ്മാണത്തിൻ്റെ ഒരു ബേസിക് രീതി നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പല എൻക്വയറികളും പല ആളുകളും ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നല്ലൊരു പെർഫ്യൂംസ് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നത്? നമ്മൾ പെർഫ്യൂം നിർമ്മാണം പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് പാർട്ട് 3 പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഒരു നിർമ്മാണ രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
പെർഫ്യൂംസ് നിർമ്മാണത്തിൻ്റെ സുഗന്ധ വസ്തുക്കളുടെ എസൻഷ്യൽ ഓയിലുകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. ഊത് ഓയിൽ കൊണ്ട് നമുക്ക് പെർഫ്യൂംസ് നിർമ്മിക്കാം. പക്ഷേ ഊത് ഓയിൽ വളരെ തിക്കായിട്ടുള്ള കട്ടി കൂടിയ ഒരു ഓയിലാണ്. ഊതിൻ്റെ മരം പ്ലാന്റ് ചെയ്ത് ആ മരത്തിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി ആ ഇൻഫെക്ഷൻ ഉണ്ടായ ഭാഗം ഉപയോഗിച്ച് പൊടിച്ച് മെഷീനിലിട്ട് വാറ്റിയെടുത്ത് കിട്ടുന്ന ഓയിലാണ് ഊത് ഓയിൽ. അത് ഉപയോഗിച്ച് നമുക്ക് പെർഫ്യൂംസ് നിർമ്മിക്കാം. അതിൽ പലതരത്തിലുള്ള എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് നമുക്ക് ഊത് പെർഫ്യൂം നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ മറ്റ് എസൻഷ്യൽ ഓയിലുകൾക്കൊന്നും അത്തരത്തിലുള്ള ഊത് ഓയിൽ കാണപ്പെടുന്ന ആ കട്ടി മറ്റ് എസൻഷ്യൽ ഓയിലുകൾക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനും പുതിയ പുതിയ സ്മെല്ലുകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഒഴിവാക്കാതെ ഓരോ വീഡിയോ പ്രത്യേകം കണ്ട് ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ കാണുന്ന വീഡിയോ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടാവും. അത് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിലെ വാട്സപ്പ് അക്കൗണ്ട് വഴി ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ പെർഫ്യൂം നിർമ്മാണത്തിൻ്റെ ഒരു കോഴ്സ്, ഒരു ക്ലാസ് നമ്മൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില വർക്കുകളും കൂടി തീരേണ്ടതുണ്ട്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇത്തരം കോഴ്സുകളിൽ നിന്ന് പെർഫ്യൂം നിർമ്മാണത്തിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വരും വീഡിയോകളിൽ വരുന്നതാണ്.